കേരള സാൻഡ് ബാങ്ക്സിൽ തോണി മറിഞ്ഞ അപകടം വടകര സാൻഡ് ബാങ്ക്സിൽ തോണി മറിഞ്ഞ അപകടം. കടലിൽ വീണ മത്സ്യത്തൊഴിലാളിയുടെ നില അതീവ ഗുരുതരം. രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റ് ഗാർഡ് എത്താത്തതിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടില്ലേ? ഇന്ന് രാവിലെയാണ് വടകര സാൻഡ് ബാങ്ക്സിൽ തോണിയിൽ പോയ മത്സ്യബന്ധനത്തിന് പോയ രണ്ടുപേരടങ്ങിയ തോണി മറിയുന്നത്. തുടർന്ന് ഈ തോണിയിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് മറ്റേയാളെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നത്. മത്സ്യത്തൊഴിലാളികളൊക്കെ വിവരം അറിയിച്ചെങ്കിലും കോസ്റ്റ് ഗാർഡിന്റെ വിഭാഗം അവിടെ രക്ഷാപ്രവർത്തനം എത്തിയില്ല എന്നുള്ളതായിരുന്നു വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അപ്പൊ എന്തായാലും കടലിൽ പെട്ടുപോയ അബൂബക്കർ പട്ടയം വളപ്പിൽ അബൂബക്കർ എന്ന് പറയുന്ന അയാളെ കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വടകരയിൽ സാൻഡ് ബാങ്ക്സിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് അവിടെ 24 മണിക്കൂറും ഈ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെയും അവിടുത്തെ വോളണ്ടിയേഴ്സിന്റെയും അല്ലെങ്കിൽ സേനാംഗങ്ങളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ സേവനം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ലഭിക്കാത്തതിന്റെ പ്രതിഷേധം കൂടി രാവിലെ മത്സ്യത്തൊഴിലാളികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കടൽ വീഴുന്ന ആളെ അല്ലെങ്കിൽ തോണി മറിഞ്ഞു വീണ ആളെ കരക്കെത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായി തുടരുകയാണ്. ഒന്നും പറയാൻ കഴിയാത്തൊരു കണ്ടീഷനാണ് ഇപ്പോഴുള്ളത്.